ട്രംപിന്റെ ബുദ്ധി ഒന്ന് സമ്മതിക്കേണ്ട കാര്യം തന്നെയാണ്. ചൈനയെ മലർത്തിയടിക്കുമെന്ന് പറഞ്ഞത് സത്യമായി. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടിക്ടോക്കിന് ആദ്യം നിരോധനം ഏർപ്പെടുത്തുക, പിന്നീട് ആ ആപ്പിനെ പിന്തുണച്ച് രംഗത്തെത്തുക. എന്നിട്ടോ അമേരിക്കയുടെ എല്ലാ ആശങ്കയ്ക്കും പരിഹാരം നിർദ്ദേശിച്ച് അത് തൻ്റെ ഉറ്റ ചങ്ങാതിയായ ശതകോടീശ്വരൻ ഇലോൺ മസ്കിന് സമ്മാനിക്കുക. എന്താല്ലേ ട്രംപിന്റെ ബുദ്ധി? കണ്ടു പഠിക്കണം. നമുക്ക് വിശദമായി തന്നെ കാര്യങ്ങളൊന്ന് വിലയിരുത്താം. US സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിക്കൊണ്ട് USന്റെ നിരോധനത്തെ പ്രതിരോധിക്കുന്ന വീഡിയോ ആപ്ലിക്കേഷനായ ടിക്ടോക്കിനെയും ഏറ്റെടുക്കാൻ ഒരുങ്ങുകയാണ് ഇലോൺ മസ്ക്. ടിക്ടോക്ക് വേണ്ട എന്ന് പറഞ്ഞ അതേ ട്രംപ് തന്നെ അത് മാറ്റി പറഞ്ഞതിന് പിന്നിലെ ഗുട്ടൻസ് ഇപ്പോൾ ആയിരിക്കില്ലേ പിടികിട്ടിയത്? ഈ ടിക്ടോക്കിന്റെ US ഓപ്പറേഷന്റെ ഉടമസ്ഥാവകാശം ശതകോടീശ്വരൻ ഇലോൺ മസ്കിന് ലഭിച്ചേക്കാനുള്ള സാധ്യതകളാണ് തുറക്കുന്നത്. നിരോധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മാതൃകമ്പനിയായ ബൈറ്റാൻസ് ഇലോൺ മസ്കിന് സംഭവം നൽകി സ്ഥലം വിടാൻ നോക്കുകയാണെന്ന ചില റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയിലെ ടിക്ടോക്ക് പ്രവർത്തനങ്ങൾ മസ്ക് ഏറ്റെടുക്കുന്നത് ഉൾപ്പെടുന്ന ഒരു സാധ്യത ചൈനയും വിലയിരുത്തിയതായിട്ടും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ദേശീയ സുരക്ഷാ കാരണങ്ങളാൽ ടിക്ടോക്ക് വിൽക്കുകയോ അല്ലെങ്കിൽ USൽ നിരോധനം നേരിടുകയോ ചെയ്യാൻ ബൈറ്റാൻസിന് സുപ്രീം കോടതി ജനുവരി 19 വരെ സമയപരിധി നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു ദുർഘടം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് ടിക്ടോക്ക് അമേരിക്കയിൽ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളെ മുൻനിർത്തി ടിക്ടോക്കിന് നിരോധനം ഏർപ്പെടുത്തിയപ്പോഴും അമേരിക്കയിൽ പിടിച്ചു നിൽക്കുക എന്നത് ശ്രമകരമായൊരു ദൗത്യമായിരുന്നു ടിക്ടോക്കിനെ സംബന്ധിച്ചിടത്തോളം. ഇന്നും ഗ്ലോബിന്റെ സെന്റർ എന്നറിയപ്പെടുന്നത് അമേരിക്ക തന്നെയാണെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഹിറ്റാകുന്ന ഒരു ചൈനീസ് പ്രോഡക്റ്റ് എന്ന ഖ്യാതി നേടാൻ തന്നെയാണ് ആ ബ്രാൻഡിന്റെ ആവശ്യവും. എന്നാൽ ഡാറ്റ ചോർച്ചയും യുവത്വത്തെ നശിപ്പിക്കലും ഒക്കെയാക്കി ടിക്ടോക്കിന് മേൽ പല കുറ്റവും ചാരി പൂട്ടാൻ നോക്കിയതിൽ പ്രമുഖ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. പിന്നീട് ട്രംപിന്റെ കസേര തെറിച്ചപ്പോഴും അദ്ദേഹം ചൈനയെയും ടിക്ടോക്കിനെയും ഏറെ സംശയത്തോടെ തന്നെയാണ് നോക്കിക്കണ്ടത്. എന്നാൽ തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത ട്രംപ് വീണ്ടും മത്സരിക്കാൻ ഇറങ്ങി തിരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചതാകട്ടെ ലോകത്തിലെ ഏറ്റവും വലിയ ശതകോടീശ്വരനാണ്. അത് മറ്റാരുമല്ല, അത് സാക്ഷാൽ ഇലോൺ മസ്ക് ആണ്. ടെസ്ലയുടെയും സ്പേസ് എക്സിന്റെയും CEO ആയ ഇലോൺ മസ്ക്. ഒരിക്കൽ ട്വിറ്റർ വാങ്ങിയ അദ്ദേഹത്തെ എല്ലാവരും മണ്ടൻ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അമേരിക്കൻ രാഷ്ട്രീയത്തെ പുനർനിർവചിക്കാൻ പോലും കരുത്തുള്ളതാണ് ഈ ട്വിറ്റർ എന്ന് മനസ്സിലാക്കാൻ പലർക്കും അന്ന് സാധിച്ചിരുന്നില്ല. പക്ഷേ അമേരിക്കൻ തെരഞ്ഞെടുപ്പോടെ നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാണ്. കാര്യങ്ങൾ മാറി മറിഞ്ഞപ്പോഴാണ് പലരും അക്കാര്യങ്ങൾ തിരിച്ചറിയുന്നത് പോലും ചെയ്യുന്നത്. ബ്ലൂബർഗ് റിപ്പോർട്ട് പറയുന്ന അനുസരിച്ച് ടിക്ടോക്കിനെ ബൈറ്റാൻസിന്റെ ഉടമസ്ഥതയിൽ നിലനിർത്തുന്നതിന് ചൈന അനുകൂലിക്കുന്നുവെങ്കിലും ജനുവരിയിൽ ജസ്റ്റിമാർ വാദത്തിനിടെ നിയമം ഉയർത്തിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ടെന്ന സൂചന നൽകുന്നുണ്ട്. ചൈനയിലെ ഗവൺമെന്റിന് ബൈറ്റാൻസിൽ സ്വർണ്ണവിഹിതമുണ്ട്. ഇത് ടിക്ടോക്കിന് മേൽ അധികാരം നൽകുന്നുവെന്ന് കോൺഗ്രസിലെ നിരവധി അംഗങ്ങൾ ആരോപിച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. ടിക്ടോക്ക് ഉൾപ്പെടെ ചൈനയ്ക്ക് പുറത്തുള്ള ബൈറ്റാൻസിന്റെ ആഗോള പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഓഹരിക്ക് യാതൊരു സ്വാധീനവുമില്ലെന്ന് ടിക്ടോക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുമുണ്ട്. വരാനിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടവുമായി എങ്ങനെ പ്രവർത്തിക്കാം എന്നതിനെക്കുറിച്ചുള്ള വിപുലമായ ചർച്ചയുടെ ഭാഗമായി മുതിർന്ന ചൈനീസ് ഉദ്യോഗസ്ഥർ ടിക്ടോക്കിനായുള്ള പദ്ധതിയെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ ചർച്ചകളിലെ പ്രമുഖനാണ് ഇലോൺ മസ്ക്. അതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ടിക്ടോക്കിന്റെ നിരോധനത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ സുരക്ഷാ സംബന്ധമായ പ്രശ്നങ്ങളെ ചൊല്ലി ഉയർന്നു വരികയായിരുന്നു. ഇത് ബൈഡൻ ഭരണകൂടം ഗൗരവമായി തന്നെ ഏറ്റെടുത്ത ഒരു വിഷയമാണ്. ഒരിക്കൽ ടിക്ടോക്കിന്റെ പ്രധാന വിമർശകനായിരുന്ന ട്രംപ് തന്റെ സ്ഥാനാരോഹണത്തിന് മുൻപ് നിരോധനം നടപ്പിലാക്കരുതെന്ന് കോടതിയോട് അഭ്യർത്ഥിക്കുന്ന ഘട്ടം വരെ കാര്യങ്ങളെത്തി. ട്രംപ് തന്റെ 2024 തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഭാഗമായി ടിക്ടോക്കിലെ തന്റെ പ്രചാരണത്തിന് ക്രെഡിറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്റെ രണ്ടാമത്തെ ടേമിൽ ചൈനയ്ക്കെതിരെ കർശനമായ നടപടികളുടെ പ്രഖ്യാപിത നിലപാടുണ്ടായിരുന്നിട്ടും ചൈനീസ് ആപ്പിന്റെ അനുരഞ്ജന വീക്ഷണം സ്വീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയായിരുന്നു ട്രംപ് ചെയ്തിരുന്നത്. ഇത് തന്നെയാണ് ടിക്ടോക്കിനെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷാജനകമായിട്ടുള്ള ഒരു കാര്യം. ടിക്ടോക്കിന്റെ US നിയന്ത്രണം മസ്കിന്റെ എക്സിന് നൽകാനുള്ള സാധ്യതയുള്ള പദ്ധതികളെക്കുറിച്ച് ഇപ്പോൾ അടുത്താണ് റിപ്പോർട്ടുകളൊക്കെ വന്നത്. ചൈനീസ് സർക്കാർ ചർച്ച ചെയ്ത നിരവധി സാഹചര്യങ്ങളിലൊന്ന് മസ്കിന്റെ എക്സ്, അതായത് മുമ്പ് ട്വിറ്റർ എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ എക്സ്, ടിക്ടോക്ക് USന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഒരുമിച്ച് ബിസിനസ്സുകൾ നടത്തുകയും ചെയ്യുമെന്ന റിപ്പോർട്ടിനെ സാധൂകരിക്കുന്നുണ്ട്. 2023 മസ്ക് ട്വിറ്റർ ഏറ്റെടുക്കുന്നത്. അത് എക്സ് എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. ഈ പാരമ്പര്യം തന്നെയാണ് ടിക്ടോക്കിനെ സ്വീകരിക്കാനും മസ്കിന് മടിയുണ്ടാകില്ല എന്ന ഘട്ടത്തിലേക്ക് ഇത്തരം ചർച്ചകളൊക്കെ ഉയർന്നു വരാനുള്ള പ്രധാന കാരണം. ടിക്ടോക്ക് USൽ ലഭ്യമായിരിക്കുമെന്ന് താൻ കരുതിയിരുന്നതായി ഏപ്രിൽ മസ്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ടിക്ടോക്ക് USൽ നിരോധിക്കേണ്ട ഒരാവശ്യവുമില്ല. അത്തരം ഒരു നിരോധനം എക്സ് പ്ലാറ്റ്ഫോമിന് ഗുണം ചെയ്തേക്കാം. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വിരുദ്ധമാകും. ഇത് അമേരിക്കയുടെ നയമല്ല എന്നായിരുന്നു അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്യുന്നത്. അതായത് ഇലോൺ മസ്ക് പറയുന്നത് ടിക്ടോക്കിനെ നിരോധിക്കേണ്ട ഒരു ആവശ്യവും അമേരിക്കയിൽ ഇല്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വാങ്ങാൻ വരെ തയ്യാറായേക്കാം.
ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ ഒരു സമവായത്തിൽ എത്താനായിട്ടില്ലെന്നും അവരുടെ ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയുമാണെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് പറയുന്നത്. ചർച്ചകളെക്കുറിച്ചോ മസ്ക് ടിക്ടോക്കിന്റെ പങ്കാളിത്തത്തെക്കുറിച്ചോ ബൈറ്റ്ഡാൻസ് എത്രത്തോളം ബോധവാനാണെന്ന് വ്യക്തമല്ലെന്നും ബൈറ്റ്ഡാൻസ്, ടിക്ടോക്ക്, മസ്ക് എന്നിവ സാധ്യമായ ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചർച്ചകളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ലഭ്യമല്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇതൊരു സാധ്യത മാത്രമാണെന്നാണ് പറയുന്നത്. ടിക്ടോക്കിന് യുഎസിൽ 170 ദശലക്ഷത്തിലധികം ഉപയോക്താക്കളുണ്ട്. ഇതാകട്ടെ രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയോളമാണ്. നിരോധനം വലിയൊരു വിഭാഗം ഉപയോക്താക്കളെ നഷ്ടപ്പെടുന്നത് ആപ്ലിക്കേഷനെ ബാധിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ടിക്ടോക്കിനെ നിലനിർത്തിക്കൊണ്ട് അത് മസ്കിന് കൈമാറുന്നത് വാണിജ്യപരമായും കമ്പനിക്ക് ലാഭം തന്നെയാണ്. ടിക്ടോക്ക് യുഎസ് ഉപഭോക്തൃ ഡാറ്റ ശേഖരിക്കുന്നുവെന്നും ദേശീയ സുരക്ഷയെ തുരങ്കം വെക്കുന്നുവെന്നും യുഎസ് നിയമനിർമ്മാതാക്കൾ ആശങ്ക ഉന്നയിച്ചതിനെ തുടർന്നാണ് നിരോധനത്തിനുള്ള ആഹ്വാനം വരുന്നത്. കഴിഞ്ഞ വർഷം കോൺഗ്രസ് നിരോധനത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മെറ്റയുടെ ഉടമസ്ഥതയിലുള്ള ഇൻസ്റ്റഗ്രാമും ആൽഫബറ്റിന്റെ യൂട്യൂബും ഉൾപ്പെടെയുള്ള മറ്റ് യുഎസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ടിക്ടോക്കിന്റെ നിരോധനം അനുഗ്രഹം തന്നെയാണ്. ഇരുവരും ചൈനീസ് സോഷ്യൽ മീഡിയ ഭീമനായ ടിക്ടോക്കിന്റെ എതിരാളികളാണ്. കൂടാതെ അവരവരുടേതായ ഹ്രസ്വ വീഡിയോ പ്ലാറ്റ്ഫോമുകൾ ഇവർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം യൂട്യൂബിൻ്റെ ഷോർട്സും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീലും അങ്ങനെ വന്ന പ്ലാറ്റ്ഫോമുകളാണ്. അപ്പോഴും ട്രംപ് ടിക്ടോക്കിനെ പിന്തുണയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞ അതേ ടിക്ടോക്കിന് ഇപ്പോൾ ആയുസ് നീട്ടി നൽകുന്നതിന്റെ തിരക്കിലാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയാതെ വയ്യ. ടിക്ടോക്ക് നിരോധനം നീട്ടിവെക്കണമെന്ന് സുപ്രീം കോടതിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. കമ്പനിയുമായി ചർച്ചകൾ നടത്തി തീരുമാനം ഉണ്ടാകുന്നത് വരെ ടിക്ടോക്കിനെതിരെ നടപടി എടുക്കരുതെന്നായിരുന്നു ട്രംപ് ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട് രേഖകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. സോളിസിറ്റർ ജനറലായ ട്രംപ് നിയമിച്ച ജോൺ സൗറാണ് ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ജനുവരി 19-നകം ടിക്ടോക്കിന്റെ ഉടമയായ ബൈറ്റ്ഡാൻസ് കമ്പനിയെ ഒരു അമേരിക്കൻ സ്ഥാപനത്തിൽ വിൽക്കുകയോ നിരോധിക്കുകയോ ചെയ്യണമെന്ന നിയമത്തെക്കുറിച്ചുള്ള വാദം ജനുവരി മാസം അമേരിക്കൻ കോടതി കേൾക്കുന്നതാണ്. അതായത് ഈ മാസം തന്നെയാണ് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വാദം ഉണ്ടാവുക. ടിക്ടോക്കിന്റെ അടിയന്തര നിരോധനത്തിന് എതിരായ നിലപാടാണ് ട്രംപ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. രാഷ്ട്രീയ നീക്കങ്ങളിലൂടെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്നാണ് ട്രംപിന്റെ പ്രതീക്ഷ. നമുക്കറിയാം ട്രംപ് വളരെ നല്ല ഒരു നയതന്ത്ര വിദഗ്ധൻ കൂടിയാണ് കേട്ടോ. ചർച്ചകളിൽ വൈദഗ്ധ്യമുള്ള ആൾ തന്നെയാണ് ട്രംപ്. ചർച്ചകൾ നടത്തി ഒരു രാഷ്ട്രീയ തീരുമാനം ഉണ്ടാക്കാനുള്ള ശേഷി ട്രംപിനുണ്ട് എന്ന നിസ്സംശയം നമുക്കറിയാം. സർക്കാരിന്റെ സുരക്ഷ പരിഗണിച്ച് മാത്രമേ ട്രംപ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുവെന്നും ജോൺ സൗർ പറയുന്നുണ്ട്. ടിക്ടോക്കിന് പ്രവർത്തിക്കാൻ ട്രംപ് അനുമതി നൽകുമെന്ന് ചൈനീസ് വാർത്താ ഏജൻസിയായ സിൻഹുവ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ട്രംപിൽ അവർക്ക് പ്രതീക്ഷ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ടിക്ടോക്കിനും ബൈറ്റ്ഡാൻസിനും ചൈനീസ് സർക്കാരുമായി ബന്ധമുണ്ടെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥരും നിയമനിർമ്മാതാക്കളും ആരോപിച്ചിരുന്നുവെങ്കിലും കമ്പനി ഇത് നിഷേധിക്കുകയായിരുന്നു. അതേസമയം ടിക്ടോക്കിലൂടെ തനിക്ക് കുറേ വോട്ടർമാർക്കിടയിലേക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടെന്നും അതിനാൽ ടിക്ടോക്കിന് കുറച്ചു കാലത്തേക്ക് കൂടി പ്രവർത്തനാനുമതി നൽകുന്നത് പരിഗണിക്കുമെന്നും അരിസോണയിൽ നടന്ന പരിപാടിക്കിടെ ട്രംപ് വ്യക്തമാക്കി രംഗത്ത് നിന്നു. നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ടിക്ടോക്കിന്റെ നിരോധനവുമായി ബന്ധപ്പെട്ട് നിയമം പാസാക്കിയിരുന്നു. കമ്പനിയുടെ ഉടമസ്ഥരായ ബൈറ്റ്ഡാൻസിന് ടിക്ടോക്ക് വിൽക്കാൻ 270 ദിവസത്തെ സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജനുവരി 19 മുമ്പ് ടിക്ടോക്ക് ഏതെങ്കിലും അമേരിക്കൻ കമ്പനിക്ക് വിൽക്കുകയോ പ്രവർത്തനം അവസാനിപ്പിക്കുകയോ ചെയ്യണമെന്നാണ് നിലവിലുള്ള നിർദ്ദേശം. ടിക്ടോക്ക് ക്രിയേറ്റേഴ്സ് നിലവിൽ മറ്റു പ്ലാറ്റ്ഫോമുകളിൽ അക്കൗണ്ട് തുടങ്ങിയ ശേഷം തങ്ങളുടെ ഫോളോവേഴ്സിനെ ക്ഷണിക്കാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നിരോധനത്തിൽ ഫോണിൽ നിലവിലുള്ള ആപ്പിന് കുഴപ്പം പറ്റുകയോ വെബിൽ ഇല്ലാതാകുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഹോസ്റ്റിംഗ് കമ്പനികൾക്കും ആപ്പിൾ, ഗൂഗിൾ പോലുള്ള ആപ്പ് സ്റ്റോർ വിതരണം ചെയ്യുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്താൽ പിഴ ശിക്ഷ നേരിടേണ്ടി വരും എന്ന തരത്തിലാണ് നിരോധനം നടപ്പിലാക്കുക. ഫെഡറൽ കോടതി ബൈഡൻ ഭരണകൂടത്തിന്റെ തീരുമാനം ശരിവെച്ചെങ്കിലും താൽക്കാലികമായെങ്കിലും തടയാനാകുമോ എന്നറിയാൻ അവസാനമായ ഒരു അപ്പീൽ സുപ്രീം കോടതിയിൽ ടിക്ടോക്കിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ചൈനീസ് കമ്പനിയായ ബൈറ്റ്ഡാൻസ് നൽകുകയായിരുന്നു ചെയ്തത്. ഈ വിഷയത്തിലാണ് നിലവിൽ ട്രംപ് ഇടപെട്ടത്. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നത് ടിക്ടോക്കിന് ഗുണകരമായേക്കാം എന്ന വിലയിരുത്തലുകൾ കുറച്ചു കാലങ്ങളായി തന്നെ പ്രചരിക്കുന്നുണ്ടായിരുന്നു. പ്രചാരണ വേളയിൽ ഇത്തരമൊരു സൂചനയും ട്രംപ് നൽകിയിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ അജണ്ട സെറ്റ് ചെയ്യുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണല്ലോ. നിരവധി ഉപയോക്താക്കളുള്ള ടിക്ടോക്കിന്റെ ഈ കേസിൽ ട്രംപിന് മനംമാറ്റം സംഭവിച്ചതിൽ ഇങ്ങനെയൊരു കാരണം കൂടി പറയാനുണ്ട്. പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ നിരോധിക്കാൻ ശ്രമിച്ചതാണെങ്കിലും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ തന്നെ ടിക്ടോക്കിന്റെ സാധ്യതകൾ മുഴുവനും പ്രയോജനപ്പെടുത്തുകയും അത് വോട്ടാക്കി മാറ്റാനും ട്രംപിന് സാധിച്ചിട്ടുണ്ട്. ടിക്ടോക്കിലൂടെ യുവാക്കളെ ആകർഷിക്കാനായിരുന്നു ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചത്. ടിക്ടോക്കിൽ ചേർന്ന് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ അക്കൗണ്ട് 5.6 ദശലക്ഷം ഫോളോവേഴ്സിനെ ആകർഷിച്ചിട്ടുണ്ട്. വീഡിയോയ്ക്കാകട്ടെ 87 ദശലക്ഷത്തിലധികം കാഴ്ചകൾ നേടുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേസമയത്ത് അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡന് ഇത്രത്തോളം കാഴ്ചക്കാരോ ഇത്രത്തോളം ഫോളോവേഴ്സിനോ നേടാൻ ടിക്ടോക്കിലൂടെ സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. അമേരിക്കക്കാരിൽ 1/3 ടിക്ടോക്കിലുള്ളപ്പോൾ 18-നും 29-നും ഇടയിൽ പ്രായമുള്ളവരിൽ 62% പേരും ആപ്പ് ഉപയോഗിക്കുന്നതായി ഒരു സർവേയിൽ പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. കാരണം അത്രയും ആളുകൾ ടിക്ടോക്ക് യൂസ് ചെയ്യുന്നവരാണ്. അത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ ട്രംപിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ നേട്ടം തന്നെ. ചെറിയ വീഡിയോകൾ സൃഷ്ടിക്കുന്നതിനും പങ്കിടുന്നതിനുമായി ബൈറ്റാൻസ് എന്ന ചൈനീസ് IT കമ്പനി നിർമ്മിച്ച ഒരു സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണ് ഈ ടിക്ടോക്ക്. ടിക്ടോക്കിന്റെ ചൈനീസ് ബന്ധം കാരണം ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് US നിരോധനം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ചു പോകുന്നത്. ഒരു വർഷത്തിനുള്ളിൽ ഏതെങ്കിലും അമേരിക്കൻ കമ്പനിക്ക് ടിക്ടോക്ക് വിൽക്കുന്നില്ലെങ്കിൽ നിരോധിക്കണമെന്ന നിയമ നടപടികളിൽ പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിർത്തി സംഘർഷത്തിന് പിന്നാലെ ഇന്ത്യ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ചൈനീസ് ആപ്പുകൾ നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മാത്രമല്ല, പല രാജ്യങ്ങളും ഇതിനോടകം തന്നെ ടിക്ടോക്ക് നിരോധിച്ചിട്ടുണ്ട്. എന്തായാലും ടിക്ടോക്കിനെ നിലനിർത്തി അതും മസ്കിന്റെ കൈപ്പിടിയിൽ ഒതുക്കി ചൈനയുടെ അമേരിക്കൻ കടന്നുകയറ്റം തടഞ്ഞ് അധികാരം അമേരിക്കയിൽ തന്നെ നിലനിർത്തുന്ന ട്രംപിന്റെ ബുദ്ധി ഒന്ന് സമ്മതിച്ചു കൊടുക്കണം അല്ലേ? നിങ്ങൾ ഈ വിഷയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ കുറിക്കുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.